ഹായ് ഹലോ മോംസ് സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കാം. നല്ല കറ് മുറാന്ന് നമുക്ക് ചവച്ചത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരത്ത് 4 മണി പലഹാരമായിട്ടും കഴിക്കാം. അത്ര ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എന്നാൽ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിഞ്ച് വെണ്ടയ്ക്ക തന്നെ എടുക്കണം കേട്ടോ, മുറ്റിയത് എടുക്കരുത്. അതിനുശേഷം അത് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. നല്ലപോലെ വെള്ളമയം ഒട്ടും ഇല്ലാതായതിനു ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിയുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അരിയാം കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നീളത്തിൽ അരിയുന്നേക്കാൾ എങ്ങനെ വേണേലും അരിയാം, പക്ഷേ ഇവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്ക എല്ലാം കണ്ട ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി നൈസല്ല, എന്നാലും അത്യാവശ്യം നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എരിവിന് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഞാനൊരു 1-1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ഒന്നും ചേർക്കരുത്. വെള്ളം നനഞ്ഞാൽ അറിയാമല്ലോ വെണ്ടയ്ക്കയുടെ പരുവ് എന്താവും എന്നുള്ളത്. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ഞാൻ കുരുമുളക് ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവിന് വേണ്ടിയിട്ട് എരിവ് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. എന്നാലിത് കാശ്മീരി മുളക് പൊടിക്ക് വലിയ എരിവൊന്നുമില്ല. ഇനി നമുക്കിത് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം എല്ലാ സ്ഥലത്തും നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടണം. ആ തരത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഒരു ചെറിയ ബൗൾ നിറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മതി അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ആദ്യം ചേർക്കണ്ട. ഈ വെണ്ടയ്ക്കയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ചേർത്താൽ വല്ലാണ്ട് ആദ്യം ഒന്നും ചേർക്കുകയേ വേണ്ട. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരല്പം പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താൽ മതി. നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം മതിയാവും, ഒരുപാടൊന്നും ഒഴിക്കണ്ട. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ചുമ്മാതെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും പറ്റും. അത്രയ്ക്ക് കറുമുറാന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മാവൊക്കെ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മാത്രം മതി. ഇത്രയും മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കെടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സമയമെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ ഒന്ന് ഇളക്കാനൊന്നും നിൽക്കണ്ട, എങ്കിൽ പിന്നെ മാവ് എല്ലാം സെപ്പറേറ്റ് ആവും. അപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട്, ഇപ്പോൾ കണ്ടല്ലോ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ഒരുപാട് എണ്ണ ഒഴിക്കാത്ത എന്തെന്നറിയാമോ, ഒത്തിരി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ എണ്ണ വീണ്ടും നമ്മൾ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ തോനെ എണ്ണ ഒഴിച്ച് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നല്ല ക്രിസ്പി ആയതിനു ശേഷം നമുക്കത് കോരിയെടുക്കാം. നല്ല കറ് മുറയെന്ന് ചവച്ച് തിന്നാം കേട്ടോ. അത്രയ്ക്ക് നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അല്പം കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറി ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തീ ഒരുപാട് കൂട്ടി വെച്ചാൽ പുറമെല്ലാം കരിഞ്ഞു പോകും, അകത്ത് വേവത്തുമില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തീയൊക്കെ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ വീണ്ടും ഞാനതെല്ലാം ഇതുപോലെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ 3-4 പ്രാവശ്യമായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഒത്തിരി എണ്ണ ഇങ്ങനെ ഒഴിച്ചാൽ ആ എണ്ണ വീണ്ടും നമ്മൾ തിളപ്പിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കണം.
ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തത്. ഒരല്പം എണ്ണയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അതങ്ങ് തീരും. അപ്പോൾ ഇപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കും. മെഴുക്കുവരട്ടിയൊക്കെ ഇഷ്ടമില്ലാത്ത മക്കൾ ഇത് കഴിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇതിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, കണ്ടോ, കിരികിരാന്ന്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ടി വിയിൽ എന്തോ ഒരു പാട്ടോ എന്തോ കയറി വന്ന് ഞങ്ങളിവിടെ ടി വി ഓണാക്കി വെച്ചേക്ക് വന്ന്, അതുകൊണ്ട് ആ സൗണ്ടെല്ലാം ഞാൻ കട്ട് ചെയ്തേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഇതേ സമയം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.